ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇവിടെ അച്ഛനും അമ്മയൊക്കെ പറയുന്നത് അവരിവിടെ പച്ചക്കറി കൃഷികളൊക്കെ നടത്തി ദിവസവും അവർ അതിൽ നിന്നാണ് വിളവെടുക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഞാനൊന്ന് പോയി നോക്കാൻ പോവാ. തക്കാളി ഉണ്ട്. അതിപ്പോഴേ പരിക്കല്ലേ, അപ്പുറത്ത് പഴുത്തത് ഇരിപ്പുണ്ട്, അത് പരിക്കാം. പഴുത്തത് വേറെ അപ്പുറത്തുണ്ടോ? അപ്പുറത്തുണ്ട്, പഴുത്തതുണ്ട്, അതെടുത്തു. കായ എടുക്കല്ലേ. ഇതില്ലേ അഗസ്ത്യ ചീര? ഇത് വയറ്റിന്റെ അസുഖങ്ങൾക്ക് എല്ലാവർക്കും നല്ലതാണ്. രക്തശുദ്ധീകരിക്കാനും വയറ്റിലുള്ള എല്ലാ അസുഖങ്ങൾക്കും നല്ലതാണ്. ഇതെന്ത് വെച്ചാ? ഇതാണ് മുടക്കത്താൻ ചീര. മുടക്കത്താൻ ചീര. ഇതിന്റെ ഗുണം എന്തുവാ? ഇത് രസം വയ്ക്കാം, ചമ്മന്തി കറയ്ക്കാം, ദോശയ്ക്ക് ഇടാം. ശരീരത്തിന് മുട്ട് ജോയിന്റ് പെയിനൊക്കെ നല്ല ഗുണമുള്ളതാ. ഇത് കണ്ടോ ജി? 3 വർഷമായി അച്ഛൻ 3 വർഷമായിട്ട് വച്ച ഒരു മാവാ. അച്ഛൻ പറഞ്ഞിട്ട് 3 വർഷത്തിനുള്ളിൽ ഇത് പഴുക്കും, കൊച്ചുങ്ങൾക്ക് കയ്യെത്തി പറിക്കാം, ഒരുപാട് 3 വർഷം കൊണ്ട് വളമിട്ട് അച്ഛൻ വളർത്തിയിട്ട് ഇത്രേ ആയുള്ളൂ കേട്ടോ. അതിന്റെ ഫേവറേറ്റ് പേര് വഴുതറങ്ങിയാ നോക്ക്, നല്ല അടിപൊളിയായിട്ട് കിടപ്പുണ്ട്. ഈ വഴുതനങ്ങയുണ്ട് ചേച്ചി, ഇത് പറിക്കാറായതല്ലേ? പറിക്കാറായി. ഏറ്റവും താഴെ കിടക്കുന്നൊക്കെ എടുക്കും. അതെടുക്കാം. ഒരില പോലും ഇല്ലാതെ മേളിൽ മാത്രം ഒരു വെണ്ടയ്ക്ക ഉള്ളത്. ഇത് കുമ്പളങ്ങയാണ്. തണ്ണിമത്തനുണ്ട്, കുമ്പളങ്ങയുണ്ട്. ഇത് നോക്കി കണ്ടോ, മുള വരുമ്പോഴേ അത് വന്ന് കുത്തിത്തിരിഞ്ഞു. പച്ചമുളകുണ്ട്. ചെടി കമത്തി നോക്കി, ഇങ്ങോട്ട് മറിച്ച് നോക്കി. ഇഷ്ടം പോലെ മുളകുണ്ട്. അപ്പുറത്ത് കാന്താരി മുളക് ഉണ്ടല്ലേ? അത് പക്ഷെ സാധാരണ ഉള്ള കാന്താരി അല്ല, ഇച്ചിരി വലിയ കാന്താരി. ഇതൊക്കെ നട്ടച്ച മൈലാഞ്ചി മറിച്ച് കയ്യിലാണ്. പണ്ടത്തെ ഓർമ്മ ഇങ്ങനെ മൈലാഞ്ചി അരച്ചിട്ട് ഈ കയറിലെല്ലാം തൊപ്പി വെച്ചിട്ട്, വിരലിലും തൊപ്പി വെക്കും, ഈ ഇവിടെ ഇങ്ങനെ വട്ടത്തിലും വെക്കും. അതായിരുന്നു ഒരു ക്രൈസ്. അരച്ചു തന്നെ. ഇതല്ലേ വെച്ചാ അമ്മ തീയിൽ വെക്കുന്ന ഉണക്കിയല്ലയോ? എങ്ങനെ ഉണക്കുന്നേ? അത് എടുത്തിട്ട് പൊട്ടിക്കണം. പൊട്ടിച്ചിട്ട് നല്ല ഉപ്പും ഒക്കെ ഇട്ട് വിരവി നല്ലവണ്ണം ഉണക്കി എടുത്താൽ തീയൽ വയ്ക്കാം, വറുക്കാം. ഈ ചുണ്ടക്കാ തീയൽ എനിക്ക് എന്ന് പറഞ്ഞാൽ വയറ്റിന് എല്ലാത്തിനും നല്ലതാ. പുളിക്കറി ചെടിച്ചട്ടിയിലൊക്കെ മുളക് വെച്ച്. ഇതാ ഞാൻ പറഞ്ഞ കാന്താരി കണ്ടോ, പച്ച കളറല്ല, പഴുത്താലും ഇതേ കളറാണ്. ഒരു പാവയ്ക്കുണ്ട്, പക്ഷെ ഇത് ആയതല്ലെന്ന് അച്ഛൻ പറയുന്നു. ആയതല്ല, കുറച്ചുകൂടെ ആവട്ടെ. ഇവര് പറഞ്ഞത് ശരിയാ, ഇവർക്ക് ദിവസേന ഉപയോഗിക്കാനുള്ളത് ഇവിടുന്ന് തന്നെ കിട്ടുന്നുണ്ട്. അവര് മാത്രമേ ഉള്ളൂ അവർക്ക് പുറത്തൊന്നും ഫുഡ് വാങ്ങിക്കണ്ട. മാതളം നട്ടിട്ടുണ്ടല്ലേ ചേച്ചാ? മാതളം നട്ടിട്ടുണ്ട്. സന്തുവിന്റെ അപ്പുവിന്റെയും വേറൊരു ഫേവറേറ്റ് ഫ്രൂട്ടാണ് മാതളം. വേപ്പ് നട്ടിട്ടുണ്ട്. എല്ലാ വീടിന്റെയും ഫ്രണ്ടിൽ ഒരു വേപ്പ് വേണം എന്നാണ് പറയുന്നത്. ഈ വായു ശുദ്ധീകരിക്കും എന്നൊക്കെയാ വേപ്പിന്റെ ഗുണങ്ങളിൽ പറയുന്നത്. ഇല്ലേ ചേച്ചാ, നമ്മളന്ന് അമ്പലത്തിൽ പോയപ്പോ പറിച്ചുകൊണ്ട് വന്നേ ചമ്മന്തി അരച്ചേ, ഇതിന്റെ പേരെന്തുവായിരുന്നു? ചങ്കലപ്പരട്ട. ഇത് ചമ്മന്തി വെച്ചത്. പക്ഷെ ഇത് കൈയൊക്കെ കൂടുതലുള്ളതാ. കാൽസ്യം ഉണ്ട് കൂടുതൽ. എല്ലിനും പല്ലിനും ശരീരത്തിനും മൊത്തത്തിനും നല്ലതാണ്. ഇതിന്റെ ഈ തണ്ടുണ്ടല്ലോ, ഈ തണ്ട് ഈ ഇളക്കും, പുറത്തെ തൊലി ഇളക്കിയിട്ട് വഴറ്റിയിട്ട് നമ്മള് ചമ്മന്തി സാധാ ചമ്മന്തി അരയ്ക്കുന്ന പോലെ അരച്ചെടുക്കാം. പക്ഷെ എണ്ണയും കാച്ചാൻ കൊള്ളാം. പക്ഷെ തൊലി ജോയിന്റ് പെയിനൊക്കെ ഔഷധമാണ്. തൊലി ഇളക്കുന്ന ഇച്ചിരി പാടാ. കൈ നല്ല കൈ നല്ല ചൊറിച്ചിലും ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ. ഒരുപാട് ആരോഗ്യ ഗുണമുള്ള ഒന്നാണിത്. ഞങ്ങക്ക് പിന്നെ സ്വന്തമായിട്ട് കുരുമുളകുണ്ട്, പ്ലാവുണ്ട്, പക്ഷെ ചക്കയൊന്നുമില്ല. ഇത്തവണ ചക്ക കുറവായിരുന്നു. സാധാ കാന്താരി ഉണ്ട്, പഴുത്തത്. ഇത് കണ്ടോ, ഇതാ വെള്ളയിരിക്ക്. അമ്മ പറയുന്നേക്ക ഈ പൂ ഗണപതിക്ക് ഇഷ്ടമാണ്, ഗണപതിയുടെ മുന്നിൽ വെക്കുന്നത് നല്ലയാണെന്ന് പറയും. കണ്ടോ വെള്ളയിരിക്ക്. പിന്നെ ചീരയുണ്ട്, സാധാ പച്ച ചീര.
ഇത് നിങ്ങളും എടുക്കുന്നുണ്ട് ഇല്ലയോ? പൊട്ടിക്കിളിക്കും എടുത്തിട്ട് അല്ലാതെ ഈ പാവയ്ക്ക് ആ പാവയ്ക്ക് ഇടാകുമ്പോ നാളത്തേക്കായി. പയറുണ്ട് അച്ഛന്ന് പിടിച്ചേ. ഇപ്പുറത്തുണ്ട് കേട്ടോ. പയറ് ചെറിയ പയറ്. ഇത് പക്ഷെ പറിച്ച് പച്ചക്കും തിന്നാലോ, തൊലി ഇളക്കി. ചെറിയ പയറ്, കുറ്റിപ്പയറ്. ഇന്നൊന്ന് വിളവെടുത്തത് ഇത്രയും. ഇതാ പയറുണ്ട്, വഴുതനങ്ങയുണ്ട്, തക്കാളിപ്പഴമുണ്ട്, പച്ചമുളകുണ്ട്. അച്ഛനും അമ്മയും മാത്രമേ ഉള്ളപ്പോ അവർക്ക് കണ്ട ഇത്രയും തന്നെ ധാരാളമാ. ഇനി ഇടയ്ക്ക് അവർക്ക് ചീരയില എടുക്കാം. പിന്നെ പാവയ്ക്കുണ്ട്. ചേട്ടാ വെരി ഗുഡ് ജോബ്. വിപുലീകരിക്കണം നമുക്കിത്. ടെറസിന്റെ മുകളിലോട്ടൊക്കെ പ്ലാൻ ചെയ്യാം. നമുക്ക് വിപുലീകരിക്കണം ഇത്. സൂപ്പർ.